ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കേവർക്കും പ്രഭാത വചനത്തിലേക്ക് എൻ്റെ സ്വാഗതം. നോമ്പിൻ്റെ 30-ാമത്തെ ദിവസമായ ഇന്ന് നാം നമ്മെ തന്നെ ഒന്ന് തിരുത്തുവാൻ സാധിക്കുമോ എന്ന് ചോദിക്കേണ്ട ദിവസമാണ്. അതിനായി നാം ചെയ്യേണ്ടത് നോമ്പിൻ്റെ 2 ചിറകുകളായ ഉപവാസവും പ്രാർത്ഥനയും ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഉപവാസം എന്ന് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള ഭാഗത്ത് പറയുന്നുണ്ട്. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിമുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. നീ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കുള്ളതല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക എന്ന് ഇവിടെ പറയുന്നു. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നാം നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കുക ഏറ്റവും ആദ്യം ചെയ്യേണ്ടതായ കാര്യങ്ങളാണ്. നാം നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. ഉപകാരം ചെയ്യുക, ഉപദ്രവിക്കാതെ ഇരിക്കുക. അതായത് ഒന്നുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കുകയില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഫാസ്റ്റിംഗ് ഉപവാസം ആരംഭിച്ചത് ഏദൻ തോട്ടത്തിൽ വെച്ചാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. വിശുദ്ധ മർക്കോസ് ശ്ലീഹാ എഴുതിയ സുവിശേഷം, വിശുദ്ധ മർക്കോസ് എവൻഗേലിയോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-13 നോക്കുമ്പോൾ അതിൽ ഇപ്രകാരം പറയുന്നു. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടി ആയിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു എന്ന് ഇവിടെ പറയുന്നു. ഈ പ്രവൃത്തിയിലൂടെ ദൈവം നമ്മെ ശുദ്ധീകരണത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ രക്ഷിതാവ് നമ്മെ 40 ദിവസം നോമ്പ് നോക്കി കാണിച്ചു തന്നു, ഒരു മാതൃകയാക്കി തന്നു. അതാണ് നാം ഓരോരുത്തരും ഇവിടെ ചിന്തിക്കേണ്ടത്. ദൈവം നമ്മെ വിളിക്കുന്നത് കേൾക്കായികയാൽ നമ്മൾ അനുഗ്രഹങ്ങളിൽ നിന്നും അകന്നു പോകുന്നതായി നമുക്ക് നമ്മുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. സഭ നമ്മെ ഏൽപ്പിച്ചതായ 5 കാനൂനിക നോമ്പുകൾ നമ്മൾ നോക്കുന്നുണ്ടോ എന്ന് ഈ വലിയ നോമ്പിൻ്റെ ഈ ദിവസം നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ നോക്കുന്നില്ല എങ്കിൽ ദൈവം നമ്മൾക്ക് ഒരു അനുഗ്രഹവും തരില്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് മാത്രം നമ്മൾ ഈ അവസരത്തിൽ ഓർത്താൽ മതിയാകും. നാം നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഈ ലോക ജീവിതത്തിൻ്റെ സുഖങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തത്രപ്പെട്ട് അതിൻ്റെ പിന്നാലെ ഓടുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ നോമ്പിലൂടെ നമുക്ക് സാത്താനെ പിന്നിലേക്ക് ഓടിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മാവിനും ശരീരത്തിനും ബലം ലഭിക്കുകയുള്ളൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മാലാഖമാർക്ക് ഊർജം ലഭിക്കുന്നത് ദൈവ സംസർഗത്തിൽ നിന്നാണ്. അതുപോലെ നാമും ആ ദൈവ സംസർഗത്തിൽ ഇരുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ഊർജം ലഭിക്കുകയുള്ളൂ എന്ന് നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നാം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ബേഥാനിയിലെ ഒരു വീടിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഒക്കെയും വളരെ സുപരിചിതമായ ആ മാർത്തയും മറിയയും ലാസറും താമസിച്ചിരുന്നതായ ആ വീടാണ് നമുക്ക് ഓർമ്മ വരുന്നത്. യേശു വളരെയധികം സ്നേഹിച്ച വീട്, യേശു വളരെയധികം സന്ദർശിച്ച വീട്, യേശുവിൻ്റെ കരുണ ഇറങ്ങി വസിച്ച ആ വീട്. ആ വീട്ടിൽ 3 രൂപത്തിലുള്ള ആത്മാക്കളാണ് ജീവിച്ചിരുന്നത്. മാർത്തയാകുന്ന ശരീരം, മറിയയാകുന്ന മനസ്സ്, ലാസറാകുന്ന ആത്മാവ്. ഈ ആത്മാവ് എന്ന് പറയുന്നത് ഇനി നമുക്ക് എത്ര തരത്തിലുള്ള ആത്മാവാണ് എന്ന് നമുക്ക് നോക്കാം. 1 രോഗാതീതമായ ആത്മാവ്, 2 മരിച്ച ആത്മാവ്, 3 ജീർണിച്ച ആത്മാവ്, 4
അർപ്പിത മനസ്സുള്ള ആത്മാവ്. രോഗാതീതമായ ആത്മാവ് എന്ന് പറയുന്നത് ദൈവസംസർഗത്തിന് വിമുഖത കാണിക്കുന്ന അലസമായ ആത്മാവിനെയാണ് പറയുന്നത്. മരിച്ച ആത്മാവെന്ന് പറയുന്നത് ദൈവവുമായി യാതൊരു സംസർഗവുമില്ലാതെ അവസ്ഥയിൽ ജീവിക്കുന്ന ആത്മാവ്. നാം മരിച്ചു കഴിഞ്ഞാൽ യാതൊന്നും ചെയ്യാൻ സാധിക്കാത്ത ആ അവസ്ഥ. ജീർണിച്ച ആത്മാവ്, ദൈവം നശിപ്പിക്കപ്പെട്ട ആത്മാവ് എന്ന് നാം ചിന്തിക്കുന്നു എങ്കിൽ അത് തെറ്റാണ്. കാരണം ദൈവം ഒരാത്മാവിനെയും നശിപ്പിക്കുന്നില്ല, അവൻ ഒന്നിനെയും നഷ്ടപ്പെടാൻ അനുവദിക്കുന്നുമില്ല. എന്നാൽ സ്വയം നശിക്കപ്പെട്ട ആത്മാവ് എന്ന് മാത്രമല്ല, മറ്റുള്ള ആത്മാക്കളെ കൂടി നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആത്മാവിനെയാണ് ജീർണിച്ച ആത്മാവ് എന്ന് പറയുന്നത്. അർപ്പിത മനസ്സുള്ള ആത്മാവാണ് നാലാമത്തെ ആത്മാവ്. ഈ ആത്മാവ് അർപ്പിത മനസ്സുള്ള ആത്മാവായിരിക്കും. സഭയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ആ ജീവനോടിരിക്കുന്ന കാലത്ത് ആ വ്യക്തിക്കുണ്ടാകുന്നത്. രണ്ടു നേരമെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും, സൽപ്രവൃത്തികൾ ചെയ്യുന്ന സ്വഭാവമുണ്ടാകും. അങ്ങനെയൊക്കെയും ചെയ്ത് നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങളെ നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എന്ന് മാത്രമല്ല, ആ ആത്മാവാണ് അർപ്പിത മനസ്സുള്ള ആത്മാവ് എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മൾ രോഗാതീതമായ ആത്മാവാണ് നമ്മുടെ ഈ ശരീരത്തിൽ കാര്യം ചെയ്യുന്നതെങ്കിൽ, മരിച്ച ആത്മാവാണ് നമ്മൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ, ജീർണിച്ച ആത്മാവാണ് നമ്മൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ നിത്യ നരകത്തിന് അവകാശികളാകും എന്നുള്ളതിന് യാതൊരു സംശയവും ഉണ്ടാകുകയില്ല. ആയതിനാൽ നാം നമ്മെ തന്നെ സമർപ്പിച്ച് ഒരു പാട്ട് പാടേണ്ടതുണ്ട്. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എൻ്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ എന്നെ ഹോവേ, നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, ഈ വലിയ നോമ്പിൻ്റെ ഈ അവസരത്തിൽ നമ്മൾ നോമ്പ് നോക്കി നമ്മൾ ഇതേവരെ ചെയ്തിട്ടുള്ളതായ പാപങ്ങളെയൊക്കെയും ഇനിയും ആവർത്തിക്കാതിരിക്കുവാനായിട്ടൊരു തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുള്ളതായ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും അവൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് അതിന് വേണ്ടിയിട്ട് ക്ഷമാപണം ചോദിക്കുകയും നമ്മൾ അതിനായിട്ട് തയ്യാറാവുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്നും ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.